ഹലോ, ഇത് JP പാലത്തിൽ. നിങ്ങളുടെ ദിവസം ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ചക്രവാളത്തിൻ്റെ മുകളിലൂടെ പുറത്തേക്ക് വരും മുമ്പ് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് അവൻ്റെ ഇമ്പസ്വരം കേൾക്കാൻ. ജീവിതകാലം മുഴുവൻ നിരവധി സ്ഥാനപ്പേരുകൾ വഹിച്ചിരുന്ന ദാവീദ്, ഇടയൻ, യോദ്ധാവ്, ഗോലിയാത്തിനെ വധിച്ചവൻ, ഇസ്രായേലിൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തിന് യോജിച്ച മനുഷ്യൻ, ആ ദാവീദ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തോട് ആവശ്യപ്പെടാനിടയായി: ഓരോ പ്രഭാതത്തിലും നിന്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേൾക്കട്ടെ, കാരണം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം എവിടെ നടക്കണമെന്ന്, എങ്ങനെ നടക്കണമെന്ന് എനിക്ക് കാണിച്ചു തരൂ, കാരണം ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. സങ്കീർത്തനം 143:8 നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ: ഓരോ പ്രഭാതത്തിലും നിന്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേൾക്കട്ടെ, കാരണം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം എവിടെ എങ്ങനെ നടക്കണമെന്ന് എനിക്ക് കാണിച്ചു തരൂ, കാരണം ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഓരോ ദിവസവും രാവിലെ ദൈവത്തോട് സംസാരിപ്പാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഒരു അവസരമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് കേൾക്കാൻ, അവൻ്റെ കരുണകൾ എല്ലാ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് വിലാപങ്ങൾ 3:21 നമ്മൾ വായിക്കുന്നു. അവൻ്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് സങ്കീർത്തനം 118:2 നമ്മൾ വായിക്കുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മൾ അതെല്ലാം മറന്നു കളയുന്നു. മിക്കപ്പോഴും നമ്മെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ. വസന്തത്തിലേക്ക് ശൈത്യകാലം പൂക്കുന്നത് തടയാൻ കഴിയാത്തതുപോലെ ഒരു പുതിയ ദിവസത്തിൻ്റെ കാരുണ്യത്തെ നമുക്ക് തടയാൻ കഴിയില്ല. വീണ്ടും അവനെ വിശ്വസിക്കാൻ, വീണ്ടും അവനിൽ ആശ്രയിക്കാൻ. ദൈവം നല്ലവനും സ്ഥിരതയുള്ളവനും വിശ്വസ്തനും കരുണാമയനും സത്യസന്ധനും സ്നേഹനിധിയും പരിധിയില്ലാത്തവനും സർവശക്തനും നിലനിൽക്കുന്ന എല്ലാറ്റിൻ്റെയും ഉറവിടവുമാണ് എന്ന് വിശ്വസിക്കുവാൻ. വാസ്തവത്തിൽ ദൈവത്തിന് അത്തരക്കാരാകാതിരിക്കാൻ കഴിയില്ല. എന്നോട് പറഞ്ഞോട്ടെ: വാസ്തവത്തിൽ ദൈവത്തിന് അത്തരക്കാരനാകാതിരിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് നേരിട്ടാലും അവൻ വിശ്വാസയോഗ്യനാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് അവൻ്റെ സ്വഭാവത്തെ വിശ്വസിക്കാം, അവൻ്റെ ഹൃദയത്തെ വിശ്വസിക്കാം. അവൻ്റെ നടത്തിപ്പിനെ കാണാനും കേൾക്കാനും ഗ്രഹിക്കാനും സ്നേഹപൂർവ്വം നമ്മുടെ മേൽനോട്ടം പതിപ്പിക്കുന്ന ദൈവത്തിൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. ദാവീദിൻ്റെ വാക്കുകൾ നമുക്ക് പ്രതിധ്വനിപ്പിക്കാം. എവിടെ നടക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ അവനോട് ഓരോ ദിവസവും നമുക്ക് ആവശ്യപ്പെടാം. അവൻ്റെ പ്രേരണകളെ നമുക്ക് തിരിച്ചറിയാം. അവൻ്റെ മാർഗനിർദ്ദേശത്തിന് ശ്രദ്ധ നൽകാം. അവൻ്റെ മധുരശബ്ദത്തിനായി ഓരോ ദിവസവും കാതോർക്കാം. നമ്മുടെ ജീവിതം ഓരോ ദിവസവും അവന് സമർപ്പിക്കാം. അവൻ്റെ പദ്ധതികളിൽ പറ്റി നിൽക്കാം. അവൻ്റെ മുന്നറിയിപ്പുകൾ നിരസിക്കാതിരിക്കാം. സ്വയം പര്യാപ്തതയ്ക്കായി നമുക്ക് ഓരോ ദിവസവും പോരാടാം. നമുക്ക് നമ്മെ തന്നെ അവന് പൂർണ്ണമായും സമർപ്പിക്കാം. നാം നമ്മിൽ തന്നെ ആശ്രയിക്കുമ്പോൾ നാം ഒരിക്കലും പൂർണ്ണമായും ശരിയാകുകയില്ല. എന്നാൽ നാം സ്വയം മരിക്കുമ്പോൾ നാം അവന് വേണ്ടി ജീവിക്കുക എന്നത് തിരഞ്ഞെടുക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പുലരും മുമ്പ് യേശു എഴുന്നേറ്റ് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പ്രാർത്ഥിപ്പാൻ പോയി. മർക്കോസിൻ്റെ സുവിശേഷം 1:35 നമ്മൾ ഇത് വായിക്കുന്നു. യേശു തൻ്റെ സ്വർഗീയ പിതാവിനോടൊപ്പം എന്നും രാവിലെ ക്വൈറ്റ് ടൈം ചെയ്യുമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു എല്ലാ ദിവസവും രാവിലെ അത് ചെയ്തു. പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും അവന് കാണാപ്പാഠമായിരുന്നു. ആ ദിവസങ്ങളിൽ, യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിവസങ്ങളിൽ, ദൈവത്തിൻ്റെ വചനം അവൻ്റെ സ്വന്തം വായിൽ നിന്നാണ് അവൻ്റെ ശിഷ്യന്മാർക്കും പൊതുജനങ്ങൾക്കും വന്നിരുന്നത്. എന്നാൽ നമുക്ക് അവൻ്റെ വചനം അച്ചടിച്ച അക്ഷരങ്ങളിൽ നമ്മുടെ കയ്യിലുണ്ട്. ഓരോ ദിവസവും വേണ്ട മന്ന, നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രാത്രി എത്ര കുറ്റാക്കൂറ്റിട്ടാണെങ്കിലും സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യുന്നു. ആ പ്രഭാത വെളിച്ചം ചക്രവാളത്തിൽ ചൊരിയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാവരേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടുത്തേക്ക് എടുക്കാൻ നിങ്ങൾക്കൊരു പുതിയ അവസരം ലഭിക്കുകയാണ്. അവൻ്റെ ശബ്ദം നിങ്ങൾക്ക് ദിവസവും രാവിലെ വ്യക്തിപരമായി കേൾക്കാൻ കഴിയും. അവൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഇടവന്നാൽ, ആ ദിവസം വളരെ നന്നായി തന്നെ പര്യവസാനിക്കും. ഒരു അനുഭവസ്ഥനാണ് ഇത് പറയുന്നത്. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ശുഭദിനം.